കേരള ബാർ കൗൺസിൽ ഭരണപ്രതിസന്ധിയിലേക്ക് കാലാവധിയും അധിക കാലാവധിയും കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടത്താത്തതാണ് ഭരണപ്രതിസന്ധിക്ക് കാരണം. അഭിഭാഷകർക്ക് ബാധകമായ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് പൂർത്തിയാക്കിയ ശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിലപാട്. വൈകാതെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അഭിഭാഷക നിയമമനുസരിച്ച് 5 വർഷമാണ് സംസ്ഥാന ബാർ കൗൺസിലുകളുടെ ഭരണകാലാവധി. ഈ കാലാവധി പൂർത്തിയായാൽ പ്രത്യേക സാഹചര്യത്തിൽ 6 മാസം കൂടി നിലവിലെ ഭരണസമിതിക്ക് അധികാരത്തിൽ തുടരാം. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി 5 വർഷത്തെ കാലാവധിയും 6 മാസത്തെ അധിക കാലാവധിയും പൂർത്തിയാക്കിയ ശേഷം ബാർ കൗൺസിൽ ഓഫ് കേരളയിൽ തെരഞ്ഞെടുപ്പിന് പ്രാരംഭ വിജ്ഞാപനം ഇറക്കി. എന്നാൽ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് പൂർത്തീകരിച്ചിട്ടില്ലെന്ന കാരണത്താൽ തെരഞ്ഞെടുപ്പിന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയില്ല. പകരം സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് പൂർത്തിയാക്കാൻ 1.5 വർഷം കൂടി നീട്ടി നൽകി. COP ചട്ടങ്ങളിലെ 32-ാം വകുപ്പിൽ മാറ്റം വരുത്തിയാണ് സംസ്ഥാന ബാർ കൗൺസിലുകളുടെ കാലാവധി BCI ദീർഘിപ്പിച്ചത്. ഈ 18 മാസത്തേക്ക് കേരള ബാർ കൗൺസിലിന് പുതിയ ഭരണസമിതിയെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നിയോഗിച്ചു. കഴിഞ്ഞ ജൂൺ മുതൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും പൂർത്തീകരിക്കുകയും അതിൻ്റെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ നടത്തുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ പ്രകാരം കേരളത്തിലെ ബാർ കൗൺസിലിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്നാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു തീട്ടൂരമിറക്കിയത്. അതിനെതിരെ മറുപടി കൊടുത്തു. ആ മറുപടി അംഗീകരിക്കാതെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇതിനിടയിലാണ് അഡ്വക്കേറ്റ്സ് ആക്ടിന് വിരുദ്ധമായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസിൻ്റെ റൂൾ 32 പ്രകാരം ഈ 18 മാസക്കാലത്തേക്ക് നിലവിലുള്ള കമ്മിറ്റിയുടെ കാലാവധി ദീർഘിപ്പിച്ചു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നിയോഗിച്ച ഭരണസമിതിയുമായി സഹകരിക്കില്ലെന്നാണ് അഭിഭാഷക സംഘടനയായ അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയന്റെ നിലപാട്. താൽക്കാലിക ഭരണസമിതിയെ പിരിച്ചുവിട്ട് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ ആവശ്യപ്പെടുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും സിംഗിൾ ബെഞ്ച് ബാർ കൗൺസിൽ ചട്ടം ശരിവെച്ചു. തുടർന്നാണ് സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കണമെന്നും കേരള ബാർ കൗൺസിലിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ബാർ കൗൺസിൽ മുൻ ചെയർമാൻ KN അനിൽകുമാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.